ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ നേരത്തെ എഴുന്നേറ്റിട്ട് സമയം നോക്കിയപ്പോൾ ഏകദേശം ഒരു 3-3:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷായി പണികളൊക്കെ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് രാവിലെ തന്നെ പ്രാർത്ഥന അങ്ങോട്ട് ചെയ്തു. വൈകുന്നേരം കൂടെ പ്രാർത്ഥന ചെയ്യാനുള്ള സമയം കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പകലത്തെ ഓട്ടം മുഴുവൻ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു സൈഡായിട്ടുണ്ടാകും. പിന്നെ അതവിടെ നിൽക്കും. ദൈവത്തെ മറന്നുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അതുകൊണ്ട് നേരത്തെ കൂടെ പ്രാർത്ഥന അങ്ങ് ചെയ്ത് തീർത്തു. പിന്നെ അടുക്കളയിലേക്ക് അങ്ങ് കയറി രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് ചൂടുവെള്ളം വെച്ചു. ഈ വീഡിയോയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു അവസാനമില്ല. കാരണം ഇന്നത്തെ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്ക് അത് എന്ത് ചെയ്യാൻ പറ്റിയില്ല, വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടി രാവിലെ കൂർക്ക റെഡിയാക്കി അതിന് വേണ്ട ഉള്ളി മുളകൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയതിന് ശേഷം പിന്നെ രസം മെഴുക്ക് പുരട്ടി വെക്കുമ്പോൾ അതിനൊരു ഒഴിച്ചുകറി വേണമല്ലോ. അപ്പോൾ രസം വെക്കാമെന്ന് വിചാരിച്ച് രസത്തിനുള്ള പരിപാടിയും കൂടെ ചെയ്ത് കോഴിക്കൊക്കെ തീറ്റ കൊടുത്തു. അതിന് ശേഷം കറിയൊക്കെ അങ്ങ് അടുപ്പിലാക്കി. അപ്പോഴത്തേക്കാണ് കൊച്ചെഴുന്നേറ്റ് വന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കൊച്ചെഴുന്നേറ്റ് വരുന്നത് 7:15 ആകുമ്പോൾ 8:20 സ്കൂളിലോട്ട് വണ്ടി വരും, അതിന് കയറ്റി വിടണം. അപ്പം പിന്നെ ഓട്ടപ്പാച്ചിൽ. അവളെ കുളിപ്പിച്ച് അവളെ പല്ല് തേപ്പിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ അതെല്ലാം ചെയ്ത് പിന്നെ അവളെ ഒരുക്കണതാണ് ഒരു വലിയ പണി. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. അങ്ങനെ അവളുടെ പുറകെ ഒരു എന്താ പറയുക, യുദ്ധമാണ് ഞാനും അവളും തമ്മിൽ. യുദ്ധമൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം അവളുടെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. അതിന് ശേഷമാണ് എൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കണം. അവൾക്ക് കഴിക്കാനും കൊടുത്ത് രാവിലെ ലൈറ്റായിട്ടേ കൊടുക്കുള്ളൂ. സ്കൂളിൽ വേറെ ഫുഡുള്ളത് കാരണം രാവിലെ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുത്ത് അവളെ റെഡിയാക്കി ഞാൻ ഒരുങ്ങി അവളെ കയറ്റി വിടാൻ പോകാൻ ആകുമ്പോഴത്തേക്ക് സമയമാകും. എനിക്ക് ചെറിയൊരു വർക്കുള്ള കാരണം എനിക്ക് അതിന് പോകേണ്ട കൊണ്ട് ഞാനും അതിൻ്റെ ഇടയിൽ കൂടെ റെഡിയാകണം. അങ്ങനെ റെഡിയാവുന്നതിൻ്റെ ഇടയിൽ പകുതി എൻഡിങ് എനിക്ക് മിസ്സായിപ്പോയി. അപ്പോൾ തുടക്കം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ, ചെറിയ ചെറിയ പാളിച്ചകളിലൂടെയാണല്ലോ വലിയ ഇതിലേക്ക് എത്തുക. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ വീട്ടമ്മമാരെല്ലാവരും ഒന്നും അറിയാതെ തുടങ്ങിയവർ ഇന്ന് വലിയ നിലയിലെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മടി മാറ്റി നിർത്താൻ നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതല്ലേ 4 പേര് കാണുന്നതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ അതിൽ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഫുൾ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു പ്രോഡക്റ്റ് വരുമല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെയൊന്നും ആരും സപ്പോർട്ട് ചെയ്യില്ല. നല്ല ഹൈ ക്വാളിറ്റി ക്യാമറയിലൊക്കെ എടുക്കുന്ന സെലിബ്രിറ്റീസൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് 1 മില്യൺ വ്യൂസും സബ്സ്ക്രൈബറൊക്കെ കിട്ടും. നമ്മളെപ്പോലുള്ളവർക്ക് ഒരു 10 വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ ഒരു സബ്സ്ക്രൈബറെ കിട്ടുള്ളൂ. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. നമ്മൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് ചെയ്യാമല്ലോ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ 1 വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കാര്യമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഇതുവരെ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടല്ലോ, അതിൽ നമുക്ക് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് വെച്ചാലും ജസ്റ്റ് നമ്മുടെ ടൈം വെറുതെ കളയണ്ട. അങ്ങനെ ഓരോന്ന് പഠിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം കൂടെയാണല്ലോ യൂട്യൂബ്. വെറുതെ യൂട്യൂബിന് വേണ്ടി മറ്റുള്ളവർക്ക് നമ്മൾ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കയ്യിലുള്ള ഫോണും നമ്മുടെ നെറ്റ് ഉപയോഗിച്ച് നമുക്ക് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു ബെനിഫിറ്റായിരിക്കും. അതുകൊണ്ട് അത്രമാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചാൽ അത് വലിയ കാര്യമായിരിക്കും. നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ആക്കാൻ ഒരു മാർഗ്ഗമാണ്. നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ അത്രമാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്നത്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണം ചെയ്യാൻ പറ്റില്ല, നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നമ്മൾ കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ഇതാക്കിയാൽ മതി. ഇപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ടൈമിങ് വരും. നമുക്ക് ഇന്ന സമയത്ത് എഴുന്നേക്കാൻ തോന്നും, ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകാൻ തോന്നും. അല്ലാതെ ഒന്നും അവിടെ പെൻഡിങ് വെക്കാൻ തോന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ യൂട്യൂബിൽ തന്നെയാണ് വെച്ചാൽ വീഡിയോ എടുക്കുന്നത് മാത്രമല്ലല്ലോ, വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, അത് തംബ്നെയിൽ കൊടുക്കുന്നത്, അതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പുതിയതായി ഓരോരുത്തരുടെ വീഡിയോസ് കാണുമ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് നമ്മൾ നോക്കി നമ്മളത് പഠിക്കും. പഠിച്ചു കഴിയുമ്പോൾ
അത് നമുക്ക് തന്നെ ഗുണമുള്ള ഒരു കാര്യമായിട്ട് മാറും. അത്ര ഉദ്ദേശം മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ കാണുക, കണ്ടിഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക. ഓക്കെ, താങ്ക് യു.